ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ലോങ് പില്ലോ കവറാണ് ചെയ്യുന്നത്. ഇത് പഴയ കൂർത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് പഴയ കൂർത്തിയിലാണ്. ഇപ്പോൾ ഇതാണ്. ഇതിൻ്റെ അടിവശത്ത് ഒരു ബോർഡറുണ്ട്. അത് ഞാൻ പ്രത്യേകം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ്. രണ്ടും കോട്ടൺ തന്നെയാണ്. അപ്പോൾ ഇത് അത്ര ഒരുപാട് പഴക്കം ചെന്നതുമല്ല, എന്നാൽ സൈസ് ചെറുതായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ നീളം 18 ഇഞ്ച്, വീതി 28 ഇഞ്ചാണ്, ലെങ്ത് 18 ഇഞ്ച്, വെഡ്ത്ത് 28 ഇഞ്ച്. അപ്പോൾ നമ്മുടെ പില്ലോയിൽ നിന്നും 2 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത ഭാഗം ആ ഗ്രീൻ ക്ലോത്തിൻ്റെ ഇതിപ്പോൾ 7.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 7.5 ഇഞ്ച് വീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആ ഗ്രീൻ ക്ലോത്തിൻ്റെ മധ്യഭാഗത്ത് വേണം ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം, ലെഫ്റ്റും റൈറ്റും. ആ മിഡിൽ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 സൈഡും ഒരേപോലെ തന്നെ സ്ട്രിപ്പ് വരുന്നതാണ്. ബ്ലാക്കും വൈറ്റും അങ്ങനെ വെക്കാം. ഇതിപ്പോൾ സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്, 3.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 ഇഞ്ചോ 2.5, 3, 3.5 അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. 4 ഇഞ്ച്. ഇപ്പം നമ്മൾക്ക് സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇഷ്ടത്തിനുള്ള വീതി എടുക്കാവുന്നതാണ്. ഇപ്പം സെൻറ്ററിൽ നമ്മൾ ആ ബ്ലാക്കാണ് വെച്ചിരിക്കുന്നത്, ആ ബോർഡർ ഭാഗം. അപ്പം നെക്സ്റ്റ് നമുക്ക് വൈറ്റ് വെക്കണം. അപ്പോൾ വൈറ്റ് ബ്ലാക്ക് അങ്ങനെയാകുമ്പോൾ നല്ല ഭംഗിയാണിത്. ഇതെല്ലാം 3.5 ഇഞ്ചിൽ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രിപ്പ് എത്ര ഇഞ്ച് എടുക്കുന്നോ വീതി അതനുസരിച്ച് വേണം ഒരേപോലെ തന്നെ കട്ട് ചെയ്യണം. അപ്പോഴേ 2 ഭാഗത്ത് നമ്മൾ മിഡിൽ നമ്മളെ ബോർഡർ വെച്ചിരിക്കുന്നുണ്ട്, 2 ഭാഗത്തും ഒരേപോലെ തന്നെ ഈ സ്ട്രിപ്പ് വരുള്ളൂ. ഇപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുകയാണ്. ഇപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതേ രീതിയിലാണ് വരേണ്ടുന്നത്. ഇപ്പം ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ലെഫ്റ്റ് റൈറ്റും ആ ബോർഡർ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മധ്യഭാഗത്താണ് വെക്കേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും ഒന്ന് അളന്ന് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരണം. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഐഡിയ തോന്നി, ഞാനങ്ങനെ ചെയ്തതാണ്. ശേഷം നെക്സ്റ്റ് സ്ട്രിപ്പ് വൈറ്റ് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നല്ലൊരു പിന്ന് കുത്തി പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുത്താലും മതി. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഒരേ രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് 4 സൈഡ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തും കൊടുത്തു. അപ്പോൾ എന്ത് ഭംഗി! ഇത്രയും ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയും ഭംഗി കാണുമെന്ന്. ഇപ്പോൾ 2 സൈസ് നമ്മൾ ചേർത്ത് തയ്ച്ചത് കൊണ്ടാണ് ഇത്രയും നല്ല ഭംഗി. ഇപ്പം നമുക്കതിന് ഉള്ളിൽ മടക്കി വയ്ക്കാനെ കൊണ്ട് നമ്മളിപ്പോൾ സ്ട്രിപ്പ് വെച്ച് തയ്ച്ചതിനോട് ജോയിൻറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 9.5 ഇഞ്ചിലാണ്, 9.5 ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. വീതി പിന്നെ നമുക്ക് കറക്റ്റ് വരണം. ഇപ്പം ഫസ്റ്റ് 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് 1 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഉള്ളിലോട്ട് മടക്കി വയ്ക്കാനാണ്. ഇതാ മെയിൻ പീസിൻ്റെ കൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് വേണം. ഇത് ഞാൻ 26 ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി 26 ആണ്. നമ്മൾ ഫസ്റ്റ് സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തത് 28 ആയിരുന്നു. ഇത് 26 ആണ്. അപ്പോൾ ഇത് 1/2 ഇഞ്ചൊന്ന് ആ മുകളിൽ വരേണ്ട ഭാഗം 1/2 ഇഞ്ചൊന്ന് ഉള്ളിലോട്ട് മടക്കിയിട്ട് നെക്സ്റ്റ് 1 ഇഞ്ചൊന്ന് മടക്കി തയ്ക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നല്ല വശം 2 കൂടി ആ ഫ്രണ്ടും ബാക്കിൻ്റെയും നല്ല വശം 2 കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഇല്ലെങ്കിലും ഇങ്ങനെ കറക്റ്റിന് തയ്ച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇത് ജോയിൻറ്റ് ചെയ്ത് 9 ഇഞ്ച്
നമ്മൾ ജോയിൻറ്റ് ചെയ്ത പീസ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം നമ്മൾ ജോയിൻറ്റ് ചെയ്തത് ആ ഫ്രണ്ട് പീസിൻ്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്ത പീസ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് 2 സൈഡ് ലെഫ്റ്റ് റൈറ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 7 ഇഞ്ചായിരുന്നു. അപ്പം ഞാൻ വീതിക്കാണ് മടക്കി അടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് ആ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 3 സൈഡും ഒന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഒന്ന് തയ്ച്ച് കൊടുക്കുക. ഇനി നമുക്ക് നല്ല വശത്തേക്കാക്കാം. ഇനി നല്ല വശത്തേക്കാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 1 ഇഞ്ച് 4 സൈഡും ഒന്ന്, അപ്പം നമുക്കങ്ങനെ മാർക്ക് ചെയ്യണമെന്നില്ല, ഒരു ഉദ്ദേശം വെച്ചങ്ങ് 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. 4 സൈഡും ഒന്ന് വരച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. വൺ ഇഞ്ചൊന്ന് അരച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം 4 സൈഡും ഒന്ന് 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം നല്ല ഭംഗിയില്ലേ? നിങ്ങൾ കരുതും ഇപ്പം ഇങ്ങനെ അങ്ങ് എന്തിനാ ഒരെണ്ണം വാങ്ങിയാൽ പോരെ, എന്തിനാ എത്ര ബുദ്ധിമുട്ടുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പം ഈ 2 എണ്ണം ചേർത്ത് വെച്ച് തയ്ച്ചപ്പോൾ എത്ര ഭംഗിയാണ്. ഇത് വേറെ ഒരെണ്ണമാണ്. ഇത് നമ്മൾ തയ്ച്ചതിൻ്റെ ബാലൻസ് വരുന്ന പുതിയ തുണിയാണിത്. അപ്പോൾ ഇതിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ അളവാണ്. ഇത് 23 ഇഞ്ചാണ് വീതി, 16 ഇഞ്ചാണ് ലെങ്ത്, നീളം 16 ഇഞ്ചാണ്, 23 വെട്ടാണ്. ഇത് 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 1 ഇഞ്ചൊക്കെ ആകുമ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി കാണും. അപ്പം 2.5, 3 എടുക്കാവുന്നതാണ്. ഇപ്പോൾ 1.5 ആണെങ്കിൽ എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രിപ്പിന് എത്രത്തോളം വീതിയുണ്ടോ അത് വെച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിപ്പോൾ നമുക്ക് 2 സൈഡും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ നീളത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വീതിയിൽ വെച്ചിട്ട് നീളത്തിന് സ്ട്രിപ്പ് നീളത്തിൽ വെച്ചിട്ട് 2 നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇതേ അളവിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ബാലൻസൊക്കെ ഇത് ഒരു കവറിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യും. നിങ്ങൾ കരുതി ഇത്ര ബുദ്ധിമുട്ടുന്ന എന്തിനാ ഒരു പില്ലോ കവർ വാങ്ങിയാൽ പോരെയെന്ന്. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യുന്ന ഇൻട്രസ്റ്റാണ്. എന്നെപ്പോലെ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണും എന്ന് കരുതിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ചിലപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് വീട്ടിൽ മാറി മാറി ഉപയോഗിക്കുകയും ചെയ്യാം. അത് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതുവരെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതെ, നല്ല ഭംഗിയില്ലേ? നമുക്ക് ഇതുപോലെ ഇതിപ്പം പുതിയ സ്ട്രിപ്പുകളാണ്, അതുകൊണ്ട് നമുക്ക് എത്ര വർഷങ്ങളോളം നമ്മൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ 2 നല്ല ഭംഗി തന്നെയാണ്. വീട്ടിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം. 2 കളറ് ചേർത്ത് 2 കുർത്തിയുടെ ചേർത്ത് വെച്ചതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയുണ്ട്. താങ്ക് യു.